നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ചിലരുടെ സംസാരം നമുക്ക് വളരെ ഇഷ്ടപ്പെടും, ചിലരെ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പിടിക്കില്ല. ചിലരുടെ പെരുമാറ്റം നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും, മറ്റവരെ എടുക്കണമെന്ന് നമുക്ക് ഓടിപ്പോകാൻ തോന്നും. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ എന്നാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു സത്യം ഇതാണ്, നമ്മളെല്ലാവരും ഒരുപോലെയല്ല. നമ്മുടെ വർത്തമാനം ഡിഫറെൻ്റ് ആണ്, നമ്മൾ ചിന്തിക്കുന്നത് ഡിഫറെൻ്റ് ആണ്, നമ്മൾ പെരുമാറുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. ആദ്യം ഞാൻ നിങ്ങളെ 4 സ്ത്രീകളെ കാണിച്ചു തരാവേ. 4 സ്ത്രീകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഈ 4 പേരുടെയും വീട്ടിൽ ഒരു സംഭവം നടക്കുകയാണ്. ഓക്കെ, ഇവർ 4 പേരും വ്യത്യസ്ത വീടുകളിലുള്ളവരാ. ഈ 4 പേർക്കും ഒരു ഫോൺ കോൾ കിട്ടി. പലരിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അവരുടെ വീട്ടിൽ നാളെ വരികയാണ്. ഓക്കെ, അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ആള് സാലിയുടെ കൂടെ കോളേജിൽ പഠിച്ച കൂട്ടുകാരി നാളെ വീട്ടിൽ വരാൻ പോകുന്നത്. അത് കേട്ടപ്പം മുതൽ സാലി തുള്ളിച്ചാടുകയാണ്. സാലിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. അമ്മയെ വിളിച്ചു പറഞ്ഞു, അനിയത്തിയെ വിളിച്ചു പറഞ്ഞു, ദേ എൻ്റെ കൂട്ടുകാരി നാളെ വരുന്നുണ്ട്. അവിടെ പാട്ടായി ബഹളമായി സാലി സന്തോഷിക്കുകയാണ്. അടുത്തയാൾ റോസിക്കും ഇതുപോലൊരു ഫോൺ കോൾ കിട്ടി. റോസിയുടെ കൂട്ടുകാരി നാളെ വീട്ടിൽ വരുന്നുണ്ടെന്ന്. അത് വേറൊരു കൂട്ടുകാരി റോസിയുടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം മുതൽ റോസി പ്ലാനിങ് തുടങ്ങി. അയ്യോ, നാളത്തേക്ക് എന്തൊക്കെ ചെയ്യണം, വേഗം ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണം, നാളെ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, കറി എന്തായിരിക്കണം, അവൾക്ക് ഇഷ്ടമുള്ളത് എന്തായിരിക്കണം, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓർത്തത് അവൾക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ പൈനാപ്പിൾ കൊടുക്കണം. സോ എല്ലാ ഡീറ്റെയിൽസും കുറിച്ച് വെച്ച് എല്ലാം വെക്കുകയാണ്. റോസിയെ പ്ലാൻ ചെയ്തു അല്ലേ. പിള്ളേരോടൊക്കെ പറഞ്ഞു വീടൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടേക്കണം, എൻ്റെ കൂട്ടുകാരി വരികയാണ്. സോ പ്ലാനിങ്ങിൻ്റെ ആളാണ്, ഡീറ്റെയിൽസിൻ്റെ ആളാണ്. ഓക്കെ, നെക്സ്റ്റ് മേഴ്സിക്കും ഇതുപോലൊരു ഫോൺ കോൾ കിട്ടി, കൂട്ടുകാരി വരുന്നുണ്ടെന്ന്. മേഴ്സി അപ്പം തൊട്ട് ഇച്ചിരി ടെൻഷനായി. അവൾക്ക് എന്താ കൊടുക്കേണ്ടത്, അവൾക്ക് എന്തായിരിക്കും ഇഷ്ടം, വിളിച്ചന്വേഷിക്കുന്നത്, നിനക്ക് എന്താ ഇഷ്ടം കഴിക്കാൻ നാളെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് മാത്രം കഴിക്കാൻ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും തൃപ്തിയില്ല, വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം. മേഴ്സി അപ്പം തൊട്ട് വീട് ക്ലീനിങ് തുടങ്ങി, എല്ലായിടവും ക്ലീൻ ചെയ്യാണ്, പൊടി തുടയ്ക്കുകയാണ്. അവളുടെ കൂട്ടുകാരി ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത റൂം പോലും ഫാനെല്ലാം തുടച്ച് ഭയങ്കര വൃത്തിയാക്കുകയാണ്. ടെൻഷനായിട്ട് മേഴ്സി ഇരിക്കുകയാണ്. അവസാനത്തെ ആൾ ആനി. കൂട്ടുകാരി വരുമെന്നറിഞ്ഞപ്പോൾ തന്നെ ആനിക്ക് സന്തോഷമായി. സന്തോഷം കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആലോചിച്ചിരിക്കുകയാണ്. ഞാനും അവളും കൂടെ വരുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അവൾ എന്നെ കാണാനല്ലേ വരുന്നത്, എൻ്റെ വീട് കാണാനൊന്നും അല്ലല്ലോ. ഞങ്ങൾ വർത്താനം പറഞ്ഞ് തകർക്കും. പുള്ളിക്കാരി ചെയറിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. നാളെയല്ലേ വരുന്നത്, നാളെ പണി തുടങ്ങാം, നാളെ ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഈ 4 പേരും ഡിഫറെൻ്റ് ആയിട്ട് ഒരേ ന്യൂസ് അവർക്ക് കിട്ടിയത്? പ്രതികരിച്ചോ എന്നറിയാമോ? 4 പേരുടെയും പ്രകൃതങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ് ടെമ്പറമെൻറ്റ്സ്. നമുക്കെല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പറമെൻറ്റ്സ് ഉള്ളത്. അതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ തന്നെ ഒരേ വീട്ടിൽ ജനിച്ച ഒരേ അമ്മയ്ക്ക് പിറന്ന മക്കൾ തന്നെ 2-3 വിധത്തിലൊക്കെ പെരുമാറുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ടെമ്പറമെൻറ്റ് ഡിഫറൻസസ്. അതിന് നമ്മൾ ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് വേദപുസ്തകത്തിലെ തന്നെ ഒരു സംഭവമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ആ സംഭവത്തിൽ നിന്ന് നമ്മൾ ഈ മനുഷ്യരുടെ ആ ടെമ്പറമെൻറ്റ്സ് അഥവാ പ്രകൃതിയുടെ അവരുടെ സ്വഭാവത്തിൻ്റെ ഡിഫറൻസുകളെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാൻ പോവുകയാണ്. വായിക്കാമേ. ഈ സംഭവം പറയുന്നത് പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും മർക്കോസ് 3 വ്യക്തികളെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. നമുക്കതൊന്ന് വായിച്ചിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് കുറേ നാൾ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ 3 മിഷണറി യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മിഷണറി യാത്ര പൗലോസും ബർന്നബാസും കൂടെയാണ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയുകയാണ് അടുത്ത ഒരു മിഷണറി യാത്രയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് പറയുകയാണ്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പം മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു.
രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ബർന്നബാസ് പറഞ്ഞു മർക്കോസ് എന്ന യോഹന്നാൻ. ഓക്കെ, 2 പേരുള്ള ഒരു വ്യക്തിയാണ് മർക്കോസ് യോഹന്നാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജോൺ മാർക്ക് എന്ന് പറയേ. ഈ ജോൺ മാർക്കിനെ കൂടെ കൊണ്ടുപോകാൻ നമുക്കെന്ന് ബർന്നബാസ് പറയുകയാണ്. പൗലോസോ പംഫുലിയയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെടുന്ന യാത്ര പുറപ്പെട്ട് സുറിയ, കിലിക്യ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. ഞാൻ പറഞ്ഞ 3 വ്യക്തികളെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഒന്നാമത്തെ ആള് അപ്പോസ്തലനായ പൗലോസ്. കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട ഈ അപ്പോസ്തലൻ ക്രിസ്തീയ സഭയുടെ ആരംഭത്തിൽ തന്നെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഈ സഭയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. സുവിശേഷവുമായിട്ട് ആരും കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളിൽ മിഷണറി യാത്രകൾ നടത്തിയാണ് അദ്ദേഹം വിവാഹം പോലും സുവിശേഷത്തിന് വേണ്ടിയിട്ട് വേണ്ടെന്ന് വെച്ചാൽ അത്ര ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് സുവിശേഷം എത്തിക്കണമെന്നുള്ള ഒരു ചിന്തയോടെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന മനുഷ്യനാണ് ഈ അപ്പോസ്തലനായ പൗലോസ്. ഇദ്ദേഹം അടികൊണ്ടു, ഇടികൊണ്ടു, കല്ലേറുകൊണ്ടു, തടവിലായി, എന്നാലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് ഒരു മാറ്റവുമില്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന വ്യക്തിയാണ് ഈ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ബർന്നബാസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വ്യക്തി ബർന്നബാസ് ആണ്. ബർന്നബാസ് ആണെങ്കിലും സഭയിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ദൈവഭക്തനായ, എല്ലാവർക്കും ഇഷ്ടമുള്ള, എൻകറേജർ എന്നാണ് വിളിക്കുന്നത്, പ്രബോധനപുത്രൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ആളുകളെ ഒന്ന് ധൈര്യപ്പെടുത്താൻ, എൻകറേജ് ചെയ്യാൻ ബർന്നബാസിനെ കഴിഞ്ഞേ ഉള്ളൂ. പൗലോസിൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് മിഷണറി യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഈ മിഷണറി യാത്രയിൽ ബർന്നബാസ് ആണ് പൗലോസിനോട് പറയുന്നത്, നമുക്ക് മൂന്നാമത്തെ വ്യക്തി ഈ ജോൺ മാർക്കിനെ കൂടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മർക്കോസ് യോഹന്നാൻ എന്ന് പറയും. 2 പേരാണ് ഇദ്ദേഹത്തിനുള്ളത്. മർക്കോസ്, നമ്മുടെ മർക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ പറയില്ലേ, അത് എഴുതിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, ഈ മർക്കോസിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ് വേണ്ട, കൊണ്ടുപോകണ്ട എന്ന് പറയണം. അതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം. അവിടെ തന്നെ കാണുന്നുണ്ട്. അവർ ഫസ്റ്റ് മിഷണറി ജേണിക്ക് പോയപ്പം അവർ കുറച്ചധികം മിഷണറി ജേണിക്ക് പോകുക എന്ന് പറയുന്നത് ഈസി അല്ല. അന്നത്തെ കാലത്ത് കപ്പൽ യാത്ര അത് എക്സ്പെൻസീവാണ്. ഒത്തിരി പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിഷണറി യാത്രയ്ക്ക് വേണ്ടി പോകുന്നതാണ്. അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഇവരുടെ 2 പേരുടെ കൂടെ ഈ ജോൺ മാർക്ക് ആദ്യത്തെ മിഷണറി യാത്രയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പംഫുലിയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം റീസൺ എന്താണെന്ന് പറയുന്നില്ല. ഇദ്ദേഹം യാത്ര മതിയാക്കി, എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് യെരുശലേമിലേക്ക് പോയ വ്യക്തിയായിരുന്നു ആദ്യത്തെ മിഷണറി യാത്രയിൽ. അത് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോയ വ്യക്തിയാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ബർന്നബാസിനോട് പറയുകയാണ് ഈ രണ്ടാമത്തെ യാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് ബർന്നബാസ് റിക്വസ്റ്റ് ചെയ്തു. ബർന്നബാസിൻ്റെ ഒരു കസിനും കൂടെയാണ് ഈ ജോൺ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതുപോലെ റെസ്പോൺസിബിളായിട്ട് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോയ ഒരാളെ വീണ്ടും കയറ്റാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ. ബർന്നബാസ് പറഞ്ഞു അയ്യോ അത് പറ്റത്തില്ല, ജോൺ മാർക്കിനെയും കൂടെ കൊണ്ടുപോകണം. ഓക്കെ, ഇതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ വായിച്ചു ഇവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായെന്ന്. അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ വഴക്ക് അങ്ങനത്തെ ഒരു രീതിയിലല്ല. പക്ഷെ 2 പേർക്കും അവരുടെ എന്താണോ പറഞ്ഞത്, പൗലോസ് പറഞ്ഞു ജോൺ മാർക്കിനെ സെക്കൻഡ് മിഷണറി യാത്രയ്ക്ക് വേണ്ട, ബർന്നബാസ് പറഞ്ഞു കൊണ്ടുപോകണം. ഇതിൻ്റെ പേരിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന 2 ദാസന്മാർ ഇവർ തമ്മിൽ പിരിയുകയാണ് അവിടെ വെച്ച് നമ്മൾ കാണുന്നത്. പിരിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് വേറൊരാളെ ഷീലാസിനെയും കൂട്ടി വേറൊരു സെക്കൻഡ് മിഷണറി ജേണിക്ക് പോണു. ബർന്നബാസ് ജോൺ മാർക്ക് മർക്കോസിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്കും കുപ്രോസ് ദ്വീപിലേക്കും പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പൗലോസിൻ്റെ ചിന്ത എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാമേ. പൗലോസ്
ഇങ്ങനെയാ ചിന്തിച്ചത്. ഇടയ്ക്ക് വെച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോയതാ മിഷണറി യാത്ര ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോയ ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിൽ പൈസ ചിലവുണ്ടായിരുന്നു, സമയം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ഡീൽ ചെയ്തതുപോലെയാണ് പൗലോസ് അപ്പോസ്തലൻ അത് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞത്. കാരണം ഒരു പ്രാവശ്യം ഇത്രയും ഒരു വലിയ റിസ്ക് എടുത്ത് പോയിട്ട് അദ്ദേഹം അത് പൂർത്തീകരിച്ചില്ലല്ലോ. ഇനി ആ റിസ്ക് എടുക്കാൻ പറ്റില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്നാൽ ബർന്നബാസ് ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. ബർന്നബാസ് പറഞ്ഞു, ഓക്കെ പറ്റിപ്പോയി, പക്ഷെ ഒരു സെക്കൻഡ് ചാൻസ്. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ജോൺ മാർക്ക് റിക്വസ്റ്റ് ചെയ്ത് കാണും, മർക്കോസ് റിക്വസ്റ്റ് ചെയ്ത് കാണും, ഞാനും കൂടെ വന്നോട്ടെ എന്നല്ലേ. ബർന്നബാസ് ചിലപ്പോൾ ചിന്തിച്ചു ഇങ്ങനെയായിരിക്കും, ഞാനിപ്പോൾ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം തളർന്നു പോയാലോ കൂടുതൽ എന്ന് ചിന്തിച്ചായിരിക്കും ബർന്നബാസ് മർക്കോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇനി നമുക്ക് നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ബർന്നബാസ് ആയിരുന്നോ കറക്റ്റ്? ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോയ മർക്കോസിനെ വീണ്ടും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയുന്ന ബർന്നബാസ് ആയിരുന്നോ ശരി, പൗലോസ് ആയിരുന്നോ ശരി? ഞാൻ പറയട്ടെ, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ ഒരു ക്ലിയർ ആൻസർ നമ്മൾ കാണുന്നില്ല. രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ് അവർ ചിന്തിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രകൃതങ്ങളിലുള്ള വ്യത്യാസം. ഓക്കെ, രണ്ടുപേരും ദൈവത്തെ ഇഷ്ടപ്പെടുന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്ന, യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നവർ, പക്ഷെ അവരുടെ ചിന്തകളിലുണ്ടായിരുന്ന ഡിഫറൻസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കാവേ. എന്തുകൊണ്ടായിരിക്കും പൗലോസും ബർന്നബാസും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ബർന്നബാസ് ആയിരുന്നോ ശരി, പൗലോസ് ആയിരുന്നോ ശരി എന്ന് ചോദിക്കുമ്പം നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് തന്നെ ചിലർ പൗലോസ് ആയിരിക്കും ശരിയെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, ചിലർ ബർന്നബാസ് ആയിരിക്കും ശരിയെന്ന്. ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല ആരാന്ന്, പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇതിനെയാണ് ടെമ്പറമെൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് മെസ്സേജ് തുടങ്ങിയപ്പോൾ തന്നെ ഈ വേർഡ് പറഞ്ഞു, ടെമ്പറമെൻറ്റ് അല്ലെങ്കിൽ പ്രകൃതം. ഓക്കെ, മനുഷ്യ പ്രകൃതം. ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് 4 ടെമ്പറമെൻറ്റ്സ്. മനുഷ്യർ പല ആൾക്കാരുണ്ടെങ്കിലും ബേസിക്കായിട്ട് 4 ടെമ്പറമെൻറ്റ്സ് ആണ് ആളുകൾക്കുള്ളത് എന്ന ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് ഏൻഷ്യൻ ഗ്രീക്ക് മെഡിസിനിൽ നിന്നുണ്ടായ ഒരു തോട്ടാണ്. അത് സൈക്കോളജിയിലും എടുത്തിട്ടുള്ളതാണ്. എങ്കിലും ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇത് ബേസിക്കായിട്ട് നമുക്ക് മനുഷ്യ പ്രകൃതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രാക്ടിക്കൽ ടൂളാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഇന്ന് മോഡേൺ സൈക്കോളജിയിൽ, ഇത് സൈക്കോളജിയിൽ ഉപയോഗിച്ചിരുന്നാണെങ്കിൽ പോലും അതിലും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള 5 സ്റ്റെപ്പ് മോഡൽ, ഓഷ്യൻ മോഡൽ, ബ്രയൻ മെഗേഴ്സ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോഡലുകളുണ്ട്. ഓക്കെ, അത് പക്ഷേ സാധാരണ ആളുകൾക്ക് നമുക്ക് മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ബേസിക് ടെമ്പറമെൻറ്റ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു പ്രാക്ടിക്കൽ ടൂളായിട്ട് നമ്മൾ കാണണമെന്നേ ഉള്ളൂ. അതൊരു സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഒരു കാര്യവുമല്ല, പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ഇത് തരികയും ചെയ്യും. ഓക്കെ, ഈ ഒരു 4 ബേസിക് ടെമ്പറമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് 4 രീതിയിലാണ് മനുഷ്യരുടെ പ്രകൃതികൾ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ 4 എണ്ണത്തിൻ്റെ പേര് പറയും, അപ്പം തന്നെ നിങ്ങൾക്കും ചിന്തിച്ചെടുക്കാം ഏതിലാണ്, ഏത് ടൈപ്പ് പ്രകൃതമാണ് എൻ്റെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം കേട്ടോ. പക്ഷേ ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഒരൊറ്റ ഒരെണ്ണത്തിൽ മാത്രമാണ് ഞാൻ പെടുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. മറ്റേതിലും ഞാൻ പെടാം, പക്ഷേ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ടെമ്പറമെൻറ്റ് വളരെ മുകളിലായിട്ട് നിൽക്കും. ഓക്കെ, നമുക്കൊന്ന് നോക്കാമേ. ടെമ്പറമെൻറ്റ്സ് ഒന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒന്നാമത്തെ ഒരു പ്രകൃതം, ആളുകളുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാം, സാങ്ക്വിൻ. ടെമ്പറമെൻറ്റ് മോഡലിൻ്റെ പേര് സാങ്ക്വിൻ. ഒന്ന് പറഞ്ഞേ, സാങ്ക്വിൻസ്. സാങ്ക്വിൻ്റെ പ്രത്യേകത ഇങ്ങനെ നമുക്കൊരു അഡ്ജക്റ്റീവ് കൊടുക്കാവേ, സ്പാർക്ലിംഗ് സാങ്ക്വിൻ എന്ന് വിളിക്കാവേ. അതായത് സ്പാർക്ലിംഗ് എന്ന് പറയുമ്പോൾ മിന്നിത്തിളങ്ങുന്ന. ഓക്കെ, ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞുതരാം. ഒരു സാങ്ക്വിൻ പ്രകൃതമുള്ള ഒരാൾ ഒരു റൂമിലോട്ട് കടന്നു വന്ന ഭയങ്കര ചിരിയോടുകൂടിയും ഹലോ എന്നൊക്കെ വിളിച്ച് ഒച്ച വെച്ചായിരിക്കും വരുന്നത്. ഫസ്റ്റ് അവരുടെ പ്രത്യേകതയാണ്
എക്സ്പ്രസീവ് ആണ് അവർ, എക്സ്ട്രോവേർട്സ് ആണ്, എല്ലാവരോടും മിണ്ടാൻ ഇഷ്ടമാണ് അവർക്ക്. അത് കൊച്ചു പിള്ളേരോടും മിണ്ടും, വല്യപ്പച്ചനോടും മിണ്ടും. അവർ സാങ്ക്വിൻ ആണ്. ഓക്കെ, അവർക്ക് ഭയങ്കര എന്താ പറയുന്നത്, എല്ലാവരോടും മിണ്ടണം, അവർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ എല്ലാവരും അറിയും, ഒച്ചയിൽ സംസാരിക്കും. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർ. പിന്നെ വേറെ ഒന്നാണ് അവരുടെ ഔട്ട് ഗോയിങ് ആൻഡ് ഫ്രണ്ട്ലി ആണ് അവർ. അവർക്ക് ആരെയും ഇപ്പം പുതിയതായിട്ട് കണ്ട വ്യക്തിയാണെങ്കിലും സംസാരിക്കാനൊന്നും മടിയില്ല, ഓടിപ്പോയി ഫ്രണ്ട്സ് ആയിക്കോളും. അവർ വിശേഷങ്ങൾ ചോദിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ പണ്ടേ പരിചയമുള്ള പോലത്തെ. അങ്ങനത്തെ സ്വഭാവമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനിനി ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില മുഖങ്ങൾ ഓർമ്മ വരൂ. സാങ്ക്വിൻ, അവർ സാങ്ക്വിൻ ആണല്ലേ എന്ന്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം ആ സാങ്ക്വിൻ. അടുത്തത് ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് സ്റ്റോറി ടെല്ലർ. ഇവർക്ക് ഇപ്പം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ വീട്ടിൽ, ഇവർക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞ് നന്നായിട്ട് ആളുകളെ രസിപ്പിക്കാൻ അറിയാം, തമാശകൾ പറയാനറിയാം, എല്ലാവർക്കും ഇവരുടെ വർത്തമാനം കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ എന്തൂസിയാസ്റ്റിക് ആണ്. നമ്മൾ വിചാരിക്കും ഇവർക്ക് എങ്ങനെ ഇത്ര എനർജി ലെവൽ എന്ന്. ഞാൻ പറയുന്നത് ചില സമയത്ത് അതുപോലെ ബിഹേവ് ചെയ്യുന്നില്ല, ഇവരുടെ സ്ഥായീഭാവമാണ്. അവർ ഫൺ ലവിങ്, അവർക്ക് എല്ലാവരും തമാശ പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ ക്രിയേറ്റീവാണ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിലൊക്കെ ചാടി വരും. ഡാൻസോ ഞങ്ങൾ ചെയ്യാം, സ്കിറ്റോ ഞങ്ങൾ ചെയ്യാം, ചാടി ഫ്രണ്ടിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, ക്രിയേറ്റീവ് ആയിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത വാം ഹാർട്ടഡ്, എല്ലാവരോടും ഇച്ചിരി സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ട്. അതുപോലെ ഇമോഷണലി ഓപ്പൺ ആണ് ഇവർ. അതായത് ഒരാൾ വന്ന് സങ്കടം പറഞ്ഞാൽ സാങ്ക്വിന് മനസ്സിലാകും, പെട്ടെന്ന് അവരോട് അനുകമ്പയൊക്കെ തോന്നും. പീപ്പിൾ ഓറിയൻറ്റ്, അവർക്ക് ആളുകളാണ് ഏറ്റവും പ്രധാനം. എല്ലാവരെയും സന്തോഷിപ്പിക്കണം. അതിന് ഉള്ളിൽ ദുഃഖം ഉണ്ടെങ്കിൽ പോലും ഇവർ തമാശ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനത്തെ പ്രകൃതക്കാരെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? സ്പാർക്ലിംഗ് സാങ്ക്വിൻ. നിങ്ങൾക്കൊരു സ്പാർക്ലിംഗ് സാങ്ക്വിനെ ഓർമ്മ വന്നില്ലേ? ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരു സാങ്ക്വിൻ ആയിരിക്കാം. ഓക്കെ, ഞാൻ ചില നല്ല തമാശയൊക്കെ പറയുന്ന പൊളിറ്റീഷ്യൻസ് ഇല്ലേ, ആളുകളോടൊക്കെ ഇടപെടുന്ന, അവരൊക്കെ കൂടുതലും ഈ ട്രെയ്റ്റ്സ് ഉള്ളവരായിരിക്കാം. എല്ലാവരും ആയിരിക്കണം എന്നില്ല, പക്ഷെ ചിലവർ. അതുപോലെ പെർഫോമേഴ്സ്, സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് മിമിക്രി ആർട്ടിസ്റ്റുകൾ, അതുപോലെ തമാശകളൊക്കെ പാട്ട് പാടുമ്പോഴൊക്കെ ആൾക്കാരെ പറഞ്ഞ് രസിപ്പിക്കുന്നവരൊക്കെ ഇല്ലേ. ഇവരൊക്കെ നല്ല ബോൺ സാങ്ക്വിൻസ് ആണ്. അതിൻ്റെ ആ ട്രെയ്റ്റ്സ് വളരെയധികം മുമ്പിൽ നിൽക്കുന്നവരാണ്. ഓക്കെ, ഇങ്ങനത്തെ പ്രകൃതമുള്ളവരുണ്ട്. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ നോക്കാൻ പോവാണ്, ഇവർക്ക് ചില വീക്ക്നെസ്സുകളും ഉണ്ട്. ഇവരുടെ ഏറ്റവും വലിയ തന്നെ അവർക്ക് ആളുകളെ സന്തോഷിപ്പിക്കണം, അവരും ഒരു സന്തോഷമാണ്, ഒരു ബണ്ടിൽ ഓഫ് ജോയ് എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ ഇവരുടെ വീക്ക്നെസ് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണ്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് എല്ലാ പോസിറ്റീവും എല്ലാ നെഗറ്റീവും എല്ലാവർക്കും വേണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു 2-ലോ 3-ലോ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളൊരു സാങ്ക്വിൻ ആണെന്ന്. സോ ഈസിലി ഡിസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഭയങ്കര ഉത്സാഹത്തോടെ തുടങ്ങുമ്പോൾ ഭയങ്കര ഉത്സാഹമായിരിക്കും, പക്ഷേ അടുത്ത കൂട്ടുകാരൻ വിളിക്കുമ്പോഴത്തേക്ക് അതിനടുത്തതിന് പോകും, അടുത്ത പരിപാടി. അപ്പം ഒരു സാധനം തന്നെ ഫോക്കസ് ചെയ്ത് നിന്ന് വളർത്തിയെടുക്കാൻ ഈ പ്രകൃതമുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തേത് ഡിസോർഗനൈസ്ഡ്. ഇവരെപ്പോഴും ബിസി, ആര് വിളിച്ചാലും ഇവരെത്തണം. അപ്പം ഇവരുടെ ഒരു കാര്യത്തിനും ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല. സാങ്ക്വിൻസിൻ്റെ മിക്കവാറും അവരുടെ അലമാരി, അവരുടെ റൂം നോക്കിയാൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടെൻസ് ടു എക്സാഗറേറ്റ് ഓർ ഓവർ ടോക്ക്. അവർ കൂടുതൽ സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കണം, അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സംസാരിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് ക്യാൻ ബി ഇമോഷണലി റിയാക്റ്റീവ് ഓർ ഇമ്പൾസീവ്. ഇവർക്ക് വളരെ എന്താ പറയുന്നത്, ഒരു വൊളറ്റൈൽ ആയിട്ടുള്ള പ്രകൃതമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കും, ചിരിപ്പിക്കും, എല്ലാം ചെയ്യുമെങ്കിൽ തന്നെ ഇവരുടെ ഒരു വീക്ക്നെസ് എന്താണെന്നറിയാവോ? പെട്ടെന്ന് പൊട്ടിത്തെറിക്കാം. ഓക്കെ, അതും കൂടെ ഓർത്തല്ലേ. അത് നമുക്ക് അറിയത്തില്ല ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഒരിത് സീക്സ് അറ്റൻഷൻ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നൊരു ഉള്ളിലൊരു ചിന്ത കയറി വരാം. ഓക്കെ, ഇതാണ് സ്പാർക്കി സാങ്ക്വിൻ. ഞാൻ 4 സ്ത്രീകളെ ആദ്യം പരിചയപ്പെടുത്തിയതിൽ ആദ്യം കൂട്ടുകാരി വരുമെന്ന് പറഞ്ഞപ്പോൾ ചാടിത്തുള്ളി ആ പുള്ളിക്കാരി ഇല്ലേ, അത് തന്നെ സ്പാർക്കി സാങ്ക്വിൻ. സാലി സ്പാർക്ലിംഗ് സാങ്ക്വിൻ ആയിരുന്നു. രണ്ടാമത്തെ പ്രകൃതം നമുക്ക് നോക്കാമേ. രണ്ടാമത്തെ പ്രകൃതം എന്ന് പറയുന്നത് പാറ പോലെ ഉറച്ച ദ റോക്കി കോളറിക്. ഇങ്ങനത്തെ പ്രകൃതമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ ചേട്ടനും അനിയനായിരിക്കും, 2 ടെമ്പറമെൻ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോളാം. റോക്കി കോളറിക് എന്ന് പറഞ്ഞാൽ
ഇവരാണ് നമുക്ക് പറയാം ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അതായത് മറ്റുള്ളവരെ നയിക്കാനുള്ള, ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റീസ് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, ബോൾഡ് ഡിസിസീവ് ലീഡേഴ്സ് ആണ് ഇവർ. അവർക്ക് ധൈര്യമാണ് ഒരു തീരുമാനമെടുക്കാനായിട്ട്. പിന്നെ ഇവരുടെ വലിയൊരു ഗുണമാണ് ഗോൾ ഡ്രിവൺ ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ്. എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാകും, എനിക്ക് പഠിച്ച് ഇന്ന വ്യക്തിയാകണം. അതിന് ഗോൾ ഓറിയൻറ്റഡാ. ഒന്നും അവരെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. അവർ സാങ്ക്വിനെ പോലെയല്ല, എല്ലാ പരിപാടിക്കും ഒന്നും പോകത്തില്ല. അവർക്ക് ഗോളുണ്ട്. അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അതിനു വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അസേർട്ടീവാണ്. ഒരു കാര്യം തീരുമാനം പറഞ്ഞാൽ പറഞ്ഞതാ, മാറ്റത്തില്ല. ഓക്കെ, അടുത്തത് പ്രോബ്ലം സോൾവർ ആൻഡ് പ്ലാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്ത് പ്രശ്നം വന്നാലും, അവരുടെ ഗോളിലെത്താനുള്ള എന്ത് പ്രശ്നം വന്നാലും അത് അവർക്ക് പരിഹരിക്കാൻ അറിയാം. അവർ പരിഹരിച്ചിരിക്കും. പ്രോബ്ലം സോൾവർ ആണ്, നല്ല പ്ലാനേഴ്സ് ആണ് ഗോളിലെത്താനായിട്ട്. കൺഫ്രണ്ടേഷണൽ, ആവശ്യം വന്നാൽ ഒരാളെ തിരുത്താനായിട്ട് സംസാരിക്കാനും മുൻകൈ എടുത്തിറങ്ങും. ടേക്സ് ചാർജ്, ഒരു ഉത്തരവാദിത്തം എടുക്കാനൊന്നും ഒരു മടിയില്ല. പാഷനേറ്റ് അബൌട്ട് വിഷൻ ആൻഡ് മിഷൻ, അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഇതുണ്ട്, അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുമുണ്ട്. അടുത്തത് വാണ്ട്സ് റിസൾട്ട്. ഇദ്ദേഹത്തിന് ഏറ്റവും റോക്കി കോളറിക്ക്, ഇത് ആണുമാകാം പെണ്ണുമാകാം കേട്ടോ, അവർക്ക് റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആളുകൾ വലിയ വിഷയമല്ല. ഇനി ഇവരുടെ നിങ്ങൾ കണ്ടോ ലീഡേഴ്സ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്നവരിലൊക്കെ ഒരു റോക്കി കോളറിക്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നല്ല കമ്പനികളുടെയൊക്കെ ഉന്നത പദവികളിലൊക്കെ ഉള്ള ലീഡർഷിപ്പ് എടുക്കുന്നവർ, ഇവരിലൊക്കെ ഈ കോളറിക് നേച്ചർ ഉണ്ടാകാൻ പറ്റും. ആ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അതുപോലെ ലീഡറാകാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് അതിൻ്റെ വീക്ക്നെസ്സുകൾ നമുക്ക് നോക്കാം. വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവർ ലക്ഷ്യമാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം. പക്ഷേ അവരുടെ പ്രശ്നം ക്യാൻ ബി കൺട്രോളിങ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളപ്പം മറ്റുള്ളവരെ നിയന്ത്രിക്കും, അത് സ്വാഭാവികം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിൽ പിതാവ് കോളറിക്കാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് വേറെ ആർക്കും ചിലപ്പോൾ വോയിസ് ഇല്ലാതെ വരും. ഓക്കെ, ഒരു കമ്പനിയിലെ ബോസ് ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ റോക്കി കോളറിക്കാണ്. അതിൻ്റെ നെഗറ്റീവ് കൂടി വരികയാണെങ്കിൽ എല്ലാവരെയും നിയന്ത്രിക്കും. ആരുടെയും വിഷമങ്ങൾ പുള്ളി കൺസിഡർ ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരും. പ്രോൺ ടു ആങ്കർ, എപ്പോഴും ദേഷ്യപ്പെടാനുള്ള സാധ്യത കൂടുതൽ. മേ ലാക്ക് എംപതി ഓർ ടാക്ട്, ഒരാൾ വന്നൊരു വിഷമം പറഞ്ഞാൽ അതൊന്നും ഈ മനസ്സിലോട്ട് കയറത്തില്ല. കല്ല് പോലത്തെ ഒരു ഹൃദയ, മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് വരാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ തലയിൽ അതൊന്നും പോകത്തില്ല. ഭാര്യയ്ക്ക് സുഖമില്ലാതിരുന്നാൽ എന്താ, ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ, ലാക്സ് എംപതി ഓർ ടാക്ട്, ആളുകളെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ഡിസ്ലൈക്സ് ബീയിങ് കറക്റ്റഡ്, കാരണം ഇത് നെഗറ്റീവ് ട്രേറ്റ് ആട്ടോ. എല്ലാ കോളറിക്സിനും ഇത് വരണമെന്നില്ല, പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ട്രേറ്റ്സ് കയറി വരുവേ. ഡിസ്ലൈക്സ് ബീയിങ് കറക്റ്റഡ്, അത്ര ഇഷ്ടമൊന്നും അല്ല ആരും വന്ന് കറക്റ്റ് ചെയ്യുന്ന, കാരണം എല്ലാവരെയും കറക്റ്റ് ചെയ്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അടുത്തത് ക്യാൻ ബി ഇൻസെൻസിറ്റീവ് ടു ഇമോഷണൽ നീഡ്സ്. വീട്ടിൽ ഒരു കോളറിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഭാര്യയോ ഭർത്താവോ ആയിട്ടുള്ളെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം വന്നാലും അവരെ അത് ബാധിക്കത്തില്ല. ഓക്കെ, വിഷമങ്ങൾ സങ്കടങ്ങൾ മറ്റുള്ളവരുടേത് ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് വീക്ക്നെസ്സുകളാണ്. എല്ലാവരിലും വീക്ക്നെസ് പൊങ്ങി നിൽക്കണമെന്നില്ല, പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കോളറിക്സിൽ ഇത് കാണാറുണ്ട്. അടുത്ത ഒരു ടെമ്പറമെൻ്റ് ആണ് ഡീപ്പ് മെലങ്കോളിക്. ഇനി ഞാനിത് പറഞ്ഞപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, അയ്യോ സാങ്ക്വിൻ്റെ കുറച്ച് സ്വഭാവവും കോളറിക്കിൻ്റെ സ്വഭാവവും എന്നിലുണ്ടല്ലോ എന്ന് ചിന്തിച്ച് കാണും. ശരിയായിരിക്കാം, രണ്ടെണ്ണം കാണാം, രണ്ടിലും ഉള്ളത് കാണാം. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടി നിൽക്കുന്നത് ഏതാണ്, അതായിരിക്കും. ഒരു രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും, അതിൽ തന്നെ ഒരെണ്ണം കൂടുതൽ പൊങ്ങി നിൽക്കും. ഓക്കെ, അടുത്തത് ഡീപ്പ് മെലങ്കോളിക്. ഡീപ്പ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അവർ എല്ലാത്തിനെക്കുറിച്ചും ചിന്തിച്ച് 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 തീരുമാനം എടുക്കുന്നവരാണ്. ഓക്കെ, ഡീപ്പായിട്ട് ഡീപ്പ്
തിങ്കിങ്, റിഫ്ലക്റ്റീവ്. ഓ, ഞാൻ എങ്ങനെ പ്രവർത്തിച്ചാൽ എന്താകും ഇതിൻ്റെ, മറ്റേ ആൾക്ക് വേദനിക്കുമോ, ഞാൻ എങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ എങ്ങനെ ചെയ്താൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിഫ്ലക്റ്റീവ്, ഡീപ്പ് തിങ്കിങ്, അനലിറ്റിക്കൽ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഡയറി എടുക്കും, പ്രോസ് എഴുതും, കോൺസ് എഴുതും, എന്തായിരിക്കും അതിൻ്റെ ദൂഷ്യഫലം, എന്തായിരിക്കും നല്ലത്, എല്ലാം ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. മെലങ്കോളിക്കിൻ്റെ അലമാരി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ ഈവൻ ടേബിളിൻ്റെ ആ ഡ്രോയും തുറന്നു നോക്കണം, അല്ല അടുക്കി വെച്ചേക്കുന്നത് എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. കാരണം എല്ലാം എക്സലൻറ്റ് പ്ലാനേഴ്സും പെർഫെക്ഷനിസ്റ്റുകളുമാണ്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ വിധിപ്രകാരം മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, കറക്റ്റായിട്ട്. ഒരു പടം വരച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു തുണി കഴുകിയാൽ പെർഫെക്റ്റ് ആയിരിക്കണം, തുണി മടക്കിയാൽ പെർഫെക്റ്റ് ആയിരിക്കണം, സോക്സ് മടക്കുന്നതിന് ഒരു രീതിയുണ്ട്, ടവല് മടക്കുന്നതിന് വീട്ടിലൊരു രീതിയുണ്ട്, ഈ പാത്രം വെക്കേണ്ടത് ഈ സ്ഥലത്ത് മാത്രം. പെർഫെക്ഷനിസ്റ്റുകൾ. ഓക്കെ, ചിലപ്പം ഇമോഷണലി സെൻസിറ്റീവാണ് ഇവർ, ഭയങ്കര സങ്കടം. ഇവരുടെ ഒരു മെലങ്കോളിക് എന്ന് പറഞ്ഞാൽ തന്നെ ആ വേർഡിലുണ്ട് സങ്കടം ഇവർക്ക് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഇവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ, പെട്ടെന്ന് കരച്ചിൽ വരും, ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, സങ്കടം വരും. നേരത്തെ കഴിഞ്ഞ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റോക്കി കോളറിക്ക്. അവരോട് ആരെന്ത് പറഞ്ഞാലും അവരുടെ അരികത്തൂടെ പോകത്തില്ല, അവർക്ക് വിഷമം വരത്തില്ല. പക്ഷേ ഇവരുടെ അടുക്ക് അപ്പുറത്തൂടെ നടന്നു പോകണം, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഇവർക്ക് സങ്കടം വരും. ഇനി നിങ്ങളൊന്ന്, ഞാൻ ഇമാജിൻ ചെയ്യാനൊരു സിറ്റുവേഷൻ പറയാം. ഒരു കോളറിക്കായ പുരുഷൻ മെലങ്കോളിക്കായ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നാൾ സമയം ഉണ്ടാവും അല്ലേ. ഇമോഷണലി സെൻസിറ്റീവ്, അവർക്ക് മുഴുവൻ സ്നേഹമാണ്, കമ്പാഷനേറ്റ് ആണ്, ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ്. ഒത്തിരി കലാകാരന്മാരൊക്കെ ഈ ഗ്രൂപ്പിൽ പെടാറുണ്ട്, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് എഴുതുന്നവർ, നോവൽസ് എഴുതുന്നവർ. അവർ ഈ ചിന്തയുടെയും ഭാവനയുടെയും ലോകത്ത് അങ്ങനെ വിരാജിക്കുന്നവർ ഇതിൽ കാണാറുണ്ട്. സീക്സ് മീനിങ് ആൻഡ് ജസ്റ്റിസ്. അവർക്ക് എല്ലാത്തിലും നീതി വേണം, ന്യായം വേണം. പക്ഷേ ഇവരുടെ ഒരു ഗുണം പറഞ്ഞുതരാം, ലോയലായിരിക്കും, ചതിക്കാൻ വളരെ സാധ്യത കുറവാണ്, അവർക്ക് ഭയങ്കര ആത്മാർത്ഥത കൂടുതലാണ്. ഓക്കെ, പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാവേ. ഇവർ വീട്ടിൽ ആരെങ്കിലും സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ വീക്ക്നെസ് എന്താണെന്നറിയാമോ? പ്രോൺ ടു ഡിപ്രഷൻ ആൻഡ് മൂഡ് സ്വിങ്സ്. ഏറ്റവും കൂടുതൽ ഡിപ്രഷനിൽ പോവുക, മൂഡ് സ്വിങ്സും ഇവർക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരയാൻ കാരണം അത് പെട്ടെന്ന് വേണ്ട, വിഷമിക്കാൻ കാരണം പെട്ടെന്ന് വേണ്ട. കാരണം ഇവർക്ക് എല്ലാവരോടും സ്നേഹം, തിരിച്ചെല്ലാവരും അതുപോലെ പെരുമാറണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്യാൻ ബി ഓവർലി ക്രിട്ടിക്കൽ. എല്ലാവരും എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നം എന്താണ് അതും നോക്കിയിരിക്കുക. ഇത് അവരുടെ വീക്ക്നെസ്സിൽ വരുന്നതാണ്. പിന്നെ പെർഫെക്ഷനിസം, ഞാൻ നേരത്തെ പറഞ്ഞു, പെർഫെക്ഷനിസം അത് നല്ലൊരു ക്വാളിറ്റി ആണെങ്കിൽ പോലും ക്യാൻ ലീഡ് ടു പ്രോക്രാസ്റ്റിനേഷൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ മെലങ്കോളിക് ട്രെയ്റ്റ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ടീച്ചർ ഒരു അസൈൻമെൻറ്റ് വെക്കാൻ പറഞ്ഞാൽ ഇവർ ആ ബോർഡർ സെറ്റ് ചെയ്യാൻ തന്നെ വരച്ച് സ്കെച്ച് പെൻ വെച്ച് ഇങ്ങനെ ചെയ്ത് ബാക്കി പിള്ളേരൊക്കെ സബ്മിറ്റ് ചെയ്താലും ഇവർ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് ഇതായിരിക്കണം എന്നുള്ള ചിന്ത കയറും ഇവരുടെ തലയിൽ. എന്നിട്ട് ഒന്നും സമയത്തൊട്ട് ചെയ്യത്തുമില്ല. അതാണ് ഇവരുടെ ഒരു പ്രശ്നം വരുന്നത്. പെർഫെക്ഷനിസം ക്യാൻ ലീഡ് ടു പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ, പിന്നെ ടെൻഡ് ടു ഡ്വെൽ ഓൺ ദ നെഗറ്റീവ് ഓഫ് പാസ്റ്റ്. ഇവർക്ക് നേരത്തെ പറഞ്ഞു ഡീപ് തിങ്കേഴ്സാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കാൻ തന്നെ കുറേ അധികം സമയം വേണം ഇവർക്ക്. നെഗറ്റീവും പാസ്റ്റും കുറേ സമയം ഇങ്ങനെ ചിന്തിച്ച് ഡീപ്പ് മെലങ്കോളിക്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു നല്ല സങ്കട പാട്ട് കേൾക്കണം തോന്നും, അതിൽ പിന്നെ കുറേ നേരം അങ്ങനെ പോകും. മനസ്സിലാവുന്ന ഡീപ്പ് മെലങ്കോളിക്സിൻ്റെ പ്രോബ്ലമാണത്. പിന്നെ ഇവർ അവോയ്ഡ്സ് റിസ്ക് ഒന്നും എടുക്കത്തില്ല. ആൻഡ് സോഷ്യൽ സ്പോണ്ടേനിറ്റി, പെട്ടെന്ന് ഇവർക്ക് ആൾക്കാരുമായിട്ട് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത വ്യക്തിത്വം, അപ്പം നമ്മൾ 3 കണ്ടു. ഏതൊക്കെയായിരുന്നു? സ്പാർക്കി, സാങ്ക്വിൻ. രണ്ടാമത്തേത് റോക്കി കോളറിക്. നിങ്ങൾക്ക് ഇവിടെ ഈ ഫോട്ടോസിന് പകരം ആരുടെയെങ്കിലൊക്കെ മുഖം ഓർമ്മ വരുന്നില്ലേ? ഡീപ്പ് മെലങ്കോളിക്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ഇപ്പം അമ്മമാർ ചിന്തിക്കുക, നിങ്ങളുടെ 2 പിള്ളേർ പോലും ഇതിൽ 2 ടെമ്പറമെൻ്റ് ആയിരിക്കും, ഒരേ സാഹചര്യത്തിൽ വളർന്നവർ പോലും. അടുത്തത് ഡീപ്പ് മെലങ്കോളിക്ക് കഴിഞ്ഞാൽ നമുക്ക് വരുന്നു സമാധാനപ്രിയരായ,
വീട്ടിലെ വെള്ളരിപ്രാവുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ കാം ഫ്ലെഗ്മാറ്റിക്. അവർക്ക് ആരുമായിട്ടും പ്രശ്നം വേണ്ട. പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ അവരെ പിന്നെ ആ സ്ഥലത്ത് കാണത്തുമില്ല. എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും വീട്ടിൽ. ചീത്ത പറഞ്ഞാലും ഒരു പുഞ്ചിരി, നല്ലത് പറഞ്ഞാലും ഒരു പുഞ്ചിരി. ഒത്തിരി സന്തോഷിക്കത്തുമില്ല, ഒത്തിരി സങ്കടപ്പെടത്തില്ല. കാമാണ് അവർ, പീസ്ഫുള്ളാണ് ആൻഡ് സ്റ്റഡി അണ്ടർ പ്രഷർ. വീട്ടിലെല്ലാവരും ഒരു വിഷയത്തെക്കുറിച്ച് ഭയങ്കര ടെൻഷൻ അടിക്കുവാണെങ്കിലും ഫ്ലെഗ്മാറ്റിക്കുകൾക്ക് ഒരേ ഒരു ഇതായിരിക്കും. അവരിങ്ങനെ ഇരിപ്പുണ്ടാകും. ആണോ, പ്രശ്നമാണോ, ഓക്കെ, അങ്ങനത്തെ ഒരു ഇതിൽ പോകും. അവോയ്ഡ്സ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഗുഡ് ലിസ്ണർ. ഇതാണ് അവർ. ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവർക്ക് ആ തർക്കമൊന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, ആളുകൾ പറയുന്നത് അവർ ശ്രദ്ധിക്കും. നിങ്ങളുടെ വീട്ടിലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖത്തെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ഒരാൾ മിണ്ടായിരിക്കുന്ന ഒരാളല്ലേ. പിന്നെ ഇമോഷണലി ബാലൻസ്ഡ് ആണ് അവർ. ഒത്തിരി പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുത്തുമില്ല, ഒത്തിരി അങ്ങ് സന്തോഷിക്കത്തുമില്ല. ഇമോഷണലി ഒരു ബാലൻസ് ഉണ്ട്. എപ്പോഴും ഒരേ ഒരു പോലെയാണ് പോകുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ പഴയ ആർട്ട് സിനിമ പോലത്തെ ഒരു ചെറിയൊരു ചായ ഉണ്ട് അവർക്ക്. ഇമോഷണലി ബാലൻസ്ഡ് ആൻഡ് സ്ലോ ടു സ്പീക്ക്. കുറച്ച് ചിന്തിച്ചിട്ടേ പറയത്തുള്ളൂ. നേരത്തെ പറഞ്ഞ മെലങ്കോളിക്കൊക്കെ പെട്ടെന്ന് പ്രതികരിക്കും. മറ്റേ കോളറയ്ക്കാണെങ്കിൽ അവർക്ക് ആരോട് എന്ത് പറയാനും വിഷമമില്ല. പക്ഷേ ഇവരിച്ചിരി ആലോചിച്ചേ പറയുള്ളൂ. അയ്യോ, സമാധാനപ്രിയരൻ, ആരുമായിട്ടും പ്രശ്നം ഉണ്ടാക്കണ്ട. ഓക്കെ. പിന്നെ ഇവരെ വിശ്വസിക്കാം കേട്ടോ, റിലയബിൾ ആണ്, വിശ്വസിക്കാം. ക്വയറ്റ് സപ്പോർട്ടർ. ക്വയറ്റ് സപ്പോർട്ടർ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തന്നിരിക്കും, കൈവിട്ട് കളയത്തില്ല. ഓക്കെ, ക്വയറ്റ് സപ്പോർട്ടർ. പിന്നെ അഡാപ്റ്റബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ്. ഏത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാൽ ഇവിടെ എനിക്ക് പറ്റൂല എന്നൊന്നും പറയത്തില്ല, അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊക്കോളും. എങ്ങനെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷേ എന്താണെന്നറിയാം, കാരണം ദേ ആർ കാം ഫ്ലെഗ്മാറ്റിക്. ആ നേച്ചറാണ് അവരുടെ ഉള്ളത്. ഓക്കെ, ആൻഡ് പേഷ്യൻറ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക്. ക്ഷമ നല്ലതായിട്ടുണ്ട് ഇവർക്ക്. അവർക്ക് അങ്ങനെയൊന്നും വലിയ ദേഷ്യമൊന്നും ആരോടും വരത്തില്ല. ആൻഡ് ഡിപ്ലോമാറ്റിക്കും കൂടെയാണ്. അപ്പുറത്തെ ആൾ പറയുന്നത് തെറ്റാണെന്നറിഞ്ഞാൽ പോലും കണ്ണടച്ചു വിടാൻ പറ്റും ഇവർക്ക്. ഒരു പ്രത്യേക ഒരു ഗുണമാണിത്. ഓക്കെ, കാം ആൻഡ് ഡിപ്ലോമാറ്റിക്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, റോക്കി കോളറയ്ക്കാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവൻ്റെ വെടിയും പോകുകയും ഒക്കെ കാണും. പക്ഷേ ഫ്ലെഗ്മാറ്റിക് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യും. പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ ഇവരെയൊക്കെ വിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ പ്രോബ്ലം എന്താണെന്നറിയാം, പ്രശ്നം കണ്ടാലേ ഇവർ ഓടി ഒളിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് ഒന്നും കൂടെ ഞാനൊന്ന് റിവൈസ് ചെയ്യട്ടെ. നമ്മൾ ചിന്തിച്ചത് ഏതൊക്കെയായിരുന്നു? മിന്നിത്തിളങ്ങുന്ന, ഒരു റൂമിലോട്ട് വന്ന ഉടനെ മിന്നിത്തിളങ്ങുന്ന എക്സ്ട്രോവേർട്ടായിട്ടുള്ള, സന്തോഷത്തിന് ഭരിതനായ, ഒത്തിരി വർത്താനം പറയുന്ന സാങ്ക്വിൻ. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് കോളറിക്, കല്ലുപോലത്തെ മനസ്സുള്ള കോളറിക്ക്. അവർ തീരുമാനം എടുത്ത തീരുമാനമാണ്. മൂന്നാമത്തേത് നമ്മൾ കണ്ടു മെലങ്കോളിക്, സങ്കടം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിസ്റ്റുകളായ, ചിന്തകൾ ഭാവനകളുള്ള, ഒത്തിരി ക്രിയേറ്റിവിറ്റിയുള്ള, ഒത്തിരി സ്നേഹിക്കാൻ അറിയാവുന്ന, പെട്ടെന്ന് മുറിവേൽക്കുന്ന മെലങ്കോളിക്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പക്ഷെ അവരൊരു ഓടി ഒളിച്ചു കളയും. ഓക്കെ, ആരെയും ദ്രോഹിക്കാനൊന്നും വരത്തില്ല, പക്ഷെ അവിടെ നിന്ന് മാറിക്കളയും. ലാസ്റ്റ് നമ്മൾ കണ്ടു കാമായിട്ടുള്ള, സമാധാനപ്രിയരായിട്ടുള്ള ഫ്ലെഗ്മാറ്റിക്. ഇനി ഞാൻ പറഞ്ഞു, ഈ പ്രകൃതങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമെങ്കിലും ഏതെങ്കിലും ഒന്ന് പ്രോമിനൻ്റ് ആയിരിക്കും നമ്മുടെ. ഓക്കെ, അപ്പം പക്ഷേ ഈ ഡിഫറൻസ് ഇൻ ടെമ്പറമെൻറ്റ് നമ്മുടെ പ്രാക്ടിക്കൽ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാവേ. ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു വീട്ടിലൊരു തീരുമാനം എടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കോളറയ്ക്ക് ആ വീട്ടിലുണ്ടെങ്കിൽ വേറെ ആരോടും ചോദിക്കണമെന്നില്ല, കോളറയ്ക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കും ഭയങ്കര ഫാസ്റ്റായിട്ട്. ഇനി എല്ലാവരും അനുസരിച്ചാൽ മതി, അവരങ്ങ് തീരുമാനം എടുക്കുകയാണ്. മെലങ്കോളിക്കാണെങ്കിലോ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആലോചിച്ച് അത് ശരിയാവുമോ, ഇത് ശരിയാവുമോ. അപ്പോഴാണ് ഒരു കോളറയ്ക്കും ഒരു മെലങ്കോളിക്കും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോളറയ്ക്ക് പെട്ടെന്ന് തീരുമാനം എടുത്തു, മെലങ്കോളിക് നേച്ചറുള്ള വ്യക്തി അതിങ്ങനെ അത് ശരിയാവുമോ ഇത് ശരിയാവുമോ എന്ന് ചോദിക്കുമ്പം നമ്മൾ പ്രകൃതങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, എന്നെപ്പോലെ തന്നെ കോളറയ്ക്ക് ചിന്തിക്കണം, എന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കണം, മെലങ്കോളിക്ക് ചിന്തിക്കണം, എന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അടിയാവും. കോളറയ്ക്ക് പറയും നീ സ്ലോ ആയി ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ എത്തത്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും അല്ലേ. ഇനി ആ വീട്ടിൽ ഫ്ലെഗ്മാറ്റിക് പേഴ്സണാലിറ്റി ആണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴക്കുണ്ടാകാതിരിക്കാനായിട്ട് അവർ ഒരു ഡിസിഷനും എടുക്കാൻ വരില്ല. എന്നാൽ നമ്മുടെ സാങ്ക്വിനെ ഞാൻ വിട്ടുപോയല്ലേ, ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പുള്ളി
ഡിസിഷൻ എടുത്തായിരുന്നോ? ഓ ഓക്കെ, ഞാൻ അനുസരിക്കണമെങ്കിൽ അനുസരിക്കാം. എപ്പോഴും ഡിസിഷനും എടുക്കും, അവർ മറന്നു പോവുകയും ചെയ്യും. ഇതാണ് സാങ്ക്വിൻസിൻ്റെ പ്രശ്നം. ഇനി കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ, വീട്ടിൽ സംസാരം വരുമ്പോഴത്തേക്ക് കോളറിക് ആയിട്ടുള്ള വ്യക്തികൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വളരെ ബ്ലണ്ടായിട്ട്, മറ്റേ ആൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നതെന്ന് ചിന്തിക്കാതെ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നെന്നാണ് പറയുന്നത്. അതാണ് അവരുടെ പ്രകൃതം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരുടെ മുമ്പിൽ ഒരു മെലങ്കോളിക് ഇരിക്കുകയാണ്, അവർക്ക് സങ്കടം വരും, സഹിക്കാൻ പറ്റില്ല. ഇനി ഫ്ലെഗ്മാറ്റിക് ആണത് കേൾക്കുന്നെങ്കിലോ അവരും വിചാരിക്കും എന്ത് റൂഡായിട്ട് ഇവർ സംസാരിക്കുന്നതെന്ന് നമ്മൾ കുറ്റം പറയും. പക്ഷെ ആക്ച്വലി ഇവരുടെ പ്രകൃതം കാരണം ഇവരുള്ള കാര്യം ഉള്ള പോലെ പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ പ്രകൃതങ്ങളിൽ ഡിഫറൻസ് ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിവരെ ആൾക്കാരെ മോശമായിട്ട് നമ്മൾ ചിത്രീകരിക്കാൻ തുടങ്ങും. ഇനിയും നമ്മൾ ആലോചിച്ച് നോക്കിയൊക്കെ, സാങ്ക്വിൻ ആണെങ്കിലോ, സാങ്ക്വിൻ എല്ലാവർക്കും സന്തോഷം പകരുന്ന രീതി മാത്രം സംസാരിക്കാനും ശ്രമിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, സാങ്ക്വിൻ അല്പം മുഖംമൂടിയും അണിയാൻ സാധ്യതയുണ്ട്. ഇനി പ്രശ്നങ്ങൾ വരുമ്പോഴോ വെട്ടൊന്നും മുറി രണ്ടു പോലെ കോളറിക്കുകൾ പെരുമാറും. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ മുറിച്ച് കളയാൻ, ബന്ധങ്ങൾ മുറിച്ച് കളയാനായിട്ട് ഈസിയാണ്. മെലങ്കോളിക്കുകൾക്കോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഡിപ്രഷനിലോട്ടും ഒളിച്ചോട്ടത്തിലോട്ടൊക്കെ പോകാനിടയും. കാരണം ബന്ധങ്ങൾ അവർക്ക് വലുതാണ്. പക്ഷെ എന്തെങ്കിലും മുറിവേറ്റാൽ അവർ ഭയങ്കര സങ്കടപ്പെട്ട് വീട്ടിലിങ്ങനെ പെരുമാറാനായിട്ട് തുടങ്ങും. അതുപോലെ ഫ്ലെഗ്മാറ്റിക് ആണെങ്കിലോ, നേരത്തെ പറഞ്ഞ പോലെ അവിടെ സമാധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മൾ ഈ പ്രകൃതങ്ങൾ നോക്കിയൊക്കെ ഒന്ന് കല്യാണമൊക്കെ ആലോചിക്കുമ്പം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കല്യാണം കഴിക്കാനുള്ളവർ ടെമ്പറമെൻ്റ് ഒക്കെ ചേർന്ന് പോകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. 2 റോക്കി കോളറിക്ക് കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഭർത്താവ് പറയും ഞാൻ തീരുമാനമെടുത്തു, ഇവിടെ നടപ്പാക്കണം. ഭാര്യ പറയും ഞാൻ തീരുമാനമെടുത്തു, ഇവിടെ നടപ്പാക്കണം. 2 റോക്കി കോളറിക്കാണെങ്കിലോ ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നന്നായി പോകുമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ വീട്ടിലെ സിറ്റുവേഷൻ. കോളറിക്കും മെലങ്കോളിക്കും ആണെങ്കിലോ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, മെലങ്കോളിക്കിൻ്റെ കൂടെ ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ നല്ലത് ഫ്ലെഗ്മാറ്റിക് ആയിട്ടുള്ളവരാ, സമാധാനപ്രിയരായിട്ടുള്ളവർ. അവരെ അധികം വേദനിപ്പിക്കാതെ എന്ന് വെച്ച് നമുക്ക് ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒന്നും വെച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നും നമുക്കറിയാം. പക്ഷേ ഞാൻ പറയാം, നമ്മളുടെ ട്രെയ്റ്റ്സ് മനസ്സിലാക്കി കഴിയുമ്പം എൻ്റെ വീക്ക്നെസ്സുകൾ ഉണ്ടെന്ന് പറയുമ്പം നമ്മളത് തിരുത്താൻ തയ്യാറാകണം. ഓക്കെ, എനിക്ക് കുറേ എല്ലാ ട്രെയ്റ്റ്സിനും അതിൻ്റെ പോസിറ്റീവ് ഉണ്ട്, നല്ല ഗുണങ്ങളുള്ളപ്പോൾ തന്നെ വീക്ക്നെസ്സുകളും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ തിരുത്താൻ തയ്യാറായാൽ മതി. സാങ്ക്വിൻസിൻ്റെ മറ്റൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. അവരെല്ലാത്തിലും സന്തോഷമായിട്ട് ഇടപെടുമ്പോൾ തന്നെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പം അത്ര നന്നായിട്ട് എടുക്കണമെന്നില്ല, അല്ലേ? മെലങ്കോളിക്സിൻ്റെ ഒരു പ്രശ്നം, വീടുകളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരായിരിക്കും സങ്കടം, കരച്ചിൽ, ഡ്രാമ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇവരായിരിക്കും. കോളറിക്സിൻ്റേത് എന്താണ്? ബോസി ആയിട്ട് എല്ലാവരോടും പെരുമാറുക. ഓക്കെ, ഈ ഫ്ലെഗ്മാറ്റിക് നേരത്തെ പറഞ്ഞ സമാധാനപ്രിയരെ കുറിച്ചുള്ള ഒരു കുറ്റം സാധാരണ ബാക്കി 3 പേരും കാണാറുള്ള എന്താണെന്നറിയോ? ഇവർ സമാധാനപ്രിയരാണ്, ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ടെമ്പറമെൻറ്റ് കാരണം ഇവർ മടിച്ചിയാണെന്ന് ചിന്തിക്കാനിടയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ചേർച്ച് സെറ്റിങ്ങിലോട്ട് വരാം. ഒരു ചേർച്ചിൽ സാങ്ക്വിൻ വരുമ്പം ഏറ്റവും സന്തോഷിക്കുന്ന എപ്പോഴായിരിക്കും എന്നറിയാമോ? ചർച്ചിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഹലോ എല്ലാവരെയും വിളിച്ചിട്ട് അവർ ഭയങ്കര സന്തോഷമാണ്, ഓട്ടി വന്ന് കെട്ടിപ്പിടിക്കുന്ന സാങ്ക്വിൻസ് അങ്ങനെയാണ്, ഭയങ്കര സന്തോഷം അവർക്ക്. അതുപോലെ ആരാധന കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര സന്തോഷം, എല്ലാവരോടും മിണ്ടാനും അങ്ങനെ ഓടി നടന്ന് മിണ്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സാങ്ക്വിൻ അങ്ങനെ. എന്നാൽ അവർ വലിയ ഡീപ്പ് കോൺവെർസേഷനിൽ പോകുമെന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, ഒരാളുടെ സങ്കടം ഇങ്ങനെ കേട്ടോ അങ്ങനെയൊന്നുമില്ല, നല്ല തമാശ പൊട്ടിക്കാൻ അവർക്ക് ഇഷ്ടമാണ് സാങ്ക്വിൻസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഫ്ലെഗ്മാറ്റിക് എങ്ങനെയായിരിക്കും എന്നറിയാമോ? ആരാധന കഴിഞ്ഞ് നോക്കിയാൽ മതി, ആരും അറിയാതെ ഏതെങ്കിലും മൂലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ടാകും. ഫ്ലെഗ്മാറ്റിക് അവർക്ക് കയ്യൊടിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരൊരു മൂലയ്ക്ക് അവരുടെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സമാധാനപ്രിയ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സമാധാനിപ്പിക്കാനും ഇവർ ശ്രമിക്കും. കോളറിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോൺ ലീഡേഴ്സാണ്. ചേർച്ചിൽ നമ്മളിനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് പ്ലാൻ ചെയ്യണം, നമുക്ക് പ്രോജക്ട്സ് ഉണ്ടാക്കണം. ഈ കോളറിക്സ് ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ,
ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നും മുമ്പോട്ട് പോകത്തില്ല. ലീഡേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അതുപോലെയാണ് നമുക്ക് എല്ലാം ആവശ്യമുണ്ട്. ഇത് പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ചേർച്ചിൽ വരുന്നു, വീട്ടിൽ വരുന്നു, എല്ലാവരും ഒരേ സ്വഭാവം ആകുന്നില്ല അല്ലേ? അതിനൊരു ബ്യൂട്ടി ഉണ്ടോ? ബ്യൂട്ടി ഉണ്ട്. ഓക്കെ, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ ഞാനൊന്ന് വായിക്കാമേ. 1 കൊരിന്ത്യർ 12-18 മുതൽ. ഓക്കെ, ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? ഈ ശരീരത്തിൽ മുഴുവൻ കണ്ണായിരുന്നെങ്കിലും ഒരേ ഫങ്ഷനാ ചെയ്തോണ്ട്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ ചേർച്ചിൽ മുഴുവൻ കോളറിക്സ് ആയിരുന്നെങ്കിൽ ലീഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്ക് ഫ്ലെഗ്മാറ്റിക്സിനെ ആവശ്യമുണ്ട് അല്ലേ? അതുപോലെ മെലങ്കോളിക്സിനെ ആവശ്യമുണ്ട്. മെലങ്കോളിക്ക് ചെയ്യുന്ന ഒരു ഗുണം എന്താണെന്നറിയാവോ? ചേർച്ചിൽ ഒരാൾക്കൊരു വിഷമം വന്നാൽ, ഒരു സങ്കടം വന്നാൽ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ മെലങ്കോളിക്സിനെ കഴിഞ്ഞേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ, അവർക്ക് വേണ്ടി ജെന്യുവിനായിട്ട് വെറുതെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോവല്ല, ഒരു പ്രശ്നം വന്നാൽ അവർ കേൾക്കും, അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കും മെലങ്കോളിക്സ്. നമുക്കപ്പോൾ എല്ലാവരെയും ആവശ്യമുണ്ട്. ഒന്നും മോശമാണെന്ന് ചിന്തിക്കരുതെന്നാണ് പറഞ്ഞത്. എല്ലാ ട്രേറ്റ്സിനും അതിൻ്റെ ഗുണമുണ്ട്. അതാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് വായിക്കാവേ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. എന്താ അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു തരുന്നത്? ഡിഫറെൻറ്റ് ഫങ്ഷൻസും ഡിഫറെൻറ്റ് ടെമ്പറമെൻസും ഒക്കെ ഉള്ളവർ സഭയെ വരുമ്പോഴാണ് കണ്ണ് കണ്ണിൻ്റെ ജോലി ചെയ്യുമ്പം, കാത് കാതിൻ്റെ ജോലി ചെയ്യുമ്പോൾ, മൂക്കിൻ്റെ ജോലി ചെയ്യുമ്പോൾ, വായുടെ ജോലി ചെയ്യുമ്പോൾ അപ്പോഴാണ് ബ്യൂട്ടി വരുന്നത്. മറ്റേതിന് അത്ര വിലയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രകൃതത്തിൻ്റെ കുഴപ്പമാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ബിഹേവ് ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. എല്ലാവരിലുമുള്ള നല്ല ഗുണങ്ങൾ, അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാങ്ക്വിൻ സഭയിൽ വരുമ്പം സഭയിൽ അവർ സന്തോഷം കൊണ്ടുവരികയാണ്, അവർ ജോയ് കൊണ്ടുവരികയാണ്. നേരത്തെ പറഞ്ഞ മെലങ്കോളിക്സ് വരുമ്പോഴത്തേക്ക് ചേർച്ചിൽ ഡെപ്ത് കൊണ്ടുവരികയാണ്, പ്രാർത്ഥനയിൽ ആത്മാർത്ഥത അവർ കൊണ്ടുവരികയാണ് അല്ലേ? അതുപോലെ കോളറിക്സ് ഉള്ളതാണ് ചേർച്ച് ഫങ്ഷൻ ചെയ്ത് മുമ്പോട്ട് നന്നായിട്ട് പോകാനിടയാകുന്നത്. ഫ്ലെഗ്മാറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് ചർച്ചിലെ നമ്മൾ കാണാത്ത പല ഫങ്ഷനുകളും നടന്നു പോകുന്നത്. അവർ പുറകിലിരുന്ന് സെർവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ചേർച്ച് വളരെ മനോഹരമായിട്ട് പോകുന്നത്. നൗ നമുക്കിനി നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിലോട്ട് വരാം. നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ജോൺ മാർക്ക് വേണ്ട, ബർന്നബാസ് പറഞ്ഞു നിന്നോട്ടെ, നമ്മുടെ കൂടെ കൊണ്ടുപോകാം. നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോസ്തലനായ പൗലോസിൽ ഡോമിനൻ്റ് ആയി കണ്ട പ്രകൃതം ഏതായിരുന്നു? ഞാൻ പറയാം, റോക്കി കോളറിക്. ഓക്കെ, ആ ലീഡർഷിപ്പ് ടെൻഡൻസി, ഗോൾസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. എന്നാൽ ബർന്നബാസിലോ നമ്മൾ കണ്ടത് ഫ്ലെഗ്മാറ്റിക്കിൻ്റെ അത് മുമ്പിൽ നിന്നതാണ്. ആളുകൾ സമാധാനം വേണം, ആളുകളെ എൻകറേജ് ചെയ്യണം, എൻകറേജേഴ്സാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ളൊരു ചിന്ത. ഓക്കെ, ഞാൻ ബൈബിളിൽ നിന്ന് 4 ക്ലാസിക് എക്സാമ്പിൾ കാണിച്ചു തരാവേ. സ്പാർക്ലിംഗ് സാങ്ക്വിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് സൈമൺ പീറ്റർ, ഷിമോൻ പത്രോസ്. എല്ലാത്തിനും ചാടിക്കേറി മറുപടി പറയുന്നു. യേശുവിനോട് പെട്ടെന്ന് എനിക്ക് വെള്ളത്തിൽ ചാടി നടക്കണം, എല്ലാ കാര്യം പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുക. മറുരൂപം മരയിൽ നിൽക്കുമ്പോൾ നമുക്കും എല്ലാവർക്കും ഇവിടെ കൂടാരം ഉണ്ടാക്കി താമസിക്കാം. ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. പെട്ടെന്ന് ചാടി ചിന്തിക്കുന്നതിന് മുമ്പ് പറയുന്ന സ്പാർക്ലിംഗ് സാങ്ക്വിൻ സൈമൺ പീറ്റർ. പിന്നെ ഒരെണ്ണമാണ് നമ്മൾ കണ്ടത് റോക്കി കോളറിക് പോൾ. ഡിസിഷൻസ് ഉണ്ട്, വിവാഹം പോലും വേണ്ട, സുവിശേഷ വേല എന്നുള്ള ഒറ്റ ഒരു ഗോളേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, ദ ഡീപ് മെലങ്കോളിക്, വിലപിക്കുന്ന പ്രവാചകൻ എന്നറിയപ്പെട്ട യെരമ്യാവ് അല്ലേ? അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ജീവിതം അത്രയും ചെയ്യാനായിട്ട് ഡീപ് മെലങ്കോളിക്സിനെ സാധിക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ദ കാം ഫ്ലെഗ്മാറ്റിക് ബർന്നബാസ്, വളരെ ശാന്തനായിട്ടുള്ള ബർന്നബാസ്. ഈ ബർന്നബാസിനെ കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാവേ.
പൗലോസും ബർന്നബാസുമാണ് പിരിഞ്ഞത് അല്ലേ, നമ്മൾ കണ്ടു. ഓക്കെ, ജോൺ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പൗലോസ് പറഞ്ഞു. പക്ഷെ ഈ ബർന്നബാസിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 4:36-37 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലൻ മറുപേര് വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഈ ബർന്നബാസ് ചെയ്തത് എന്താണെന്നറിയാമോ? തനിക്കുണ്ടായിരുന്ന സ്ഥലം മുഴുവൻ വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചിട്ട് യെരുശലേം സഭയിലെ പാവപ്പെട്ടവർക്ക് എടുക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആളുകൾക്ക് വേണ്ടി സമാധാനപുത്രനായിട്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു പേര് വിളിച്ച് എന്താ വിളിച്ചത്? എൻകറേജ്, സൺ ഓഫ് എൻകറേജ്മെന്റ്, പ്രബോധനപുത്രൻ. ഇദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മാനസാന്തരത്തിന് മുമ്പ് നമുക്കറിയാവുന്ന പോലെ ഒരു തീവ്ര ചിന്തയുള്ള ഒരു ഫാരിസി ആയിരുന്നു അല്ലേ. ഈ ക്രിസ്തീയ സഭയിലെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് നമ്മൾ പറയുന്ന അല്ലേ ഷൗലിന് ദമസ്കോസിൽ വെച്ച് യേശുവിൻ്റെ വിഷൻ ഉണ്ടായി. ഷൗല് മാനസാന്തരപ്പെട്ടത് നമുക്കറിയാം. പക്ഷെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഷൗല് മാനസാന്തരപ്പെട്ടു എന്ന് അറിഞ്ഞപ്പം യെരുശലേം ചർച്ച ഉണ്ടല്ലോ, അപ്പോസ്തലന്മാരാരും ഷൗലിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ സഭയിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം എന്താ? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞത് കൊല്ലാൻ മുൻപന്തിയിൽ നിന്ന ആള്, അവർക്ക് വിശ്വാസം വരുന്നില്ല. ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ച ആള്, അത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിൽ ചെന്നിട്ട് അപ്പോസ്തലന്മാരുടെ അടുക്ക ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച നീ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഇത് വന്നു. നോക്കാം, നമുക്കത് വായിച്ച്. അവൻ യെരുശലേമിലെത്തിയാറെ, അതായത് പൗലോസ് യെരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ഒരു മനുഷ്യൻ പോലും പൗലോസിനെ മാനസാന്തരപ്പെട്ടു വന്നു കഴിഞ്ഞപ്പം നേരത്തെ ഒരു ടെററിസ്റ്റായിട്ട് അവർ കണ്ടത്, അപ്പൊ വിശ്വസിക്കാൻ തയ്യാറായില്ല, ചേർക്കാൻ തയ്യാറായില്ല. പക്ഷേ ബർന്നബാസ്, നമ്മൾ നേരത്തെ കണ്ട ബർന്നബാസ് ആ സമയത്ത് എന്താ ചെയ്തതെന്നറിയാവോ? ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ബർന്നബാസിന്റെ സ്വഭാവ ഗുണം മനസ്സിലായോ? ആരും ചേർക്കാൻ തയ്യാറാകാതിരുന്ന അപ്പോസ്തലനായ പൗലോസിനെ ആദ്യമായി ക്രിസ്തീയ സഭയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. നമുക്കറിയാവുന്ന പോലെ അപ്പോസ്തലനായ പൗലോസിന്റെ കോൺട്രിബ്യൂഷൻ എത്ര വലുതാ. ഒരു പക്ഷെ നമ്മളൊന്നും ബർന്നബാസിനെ കുറിച്ച് അത്ര പറയാറില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനെ കൈപിടിച്ച് കയറ്റിയത് ആ ബർന്നബാസ് ആയിരുന്നു അല്ലേ. അവിടെ കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ മനസ്സിലാക്കുക, പൗലോസ് ആദ്യം പറഞ്ഞു കൊടുത്തപ്പോൾ അത് ക്ഷമയോടെ കേട്ടു. ആ സാക്ഷ്യം കേട്ടു, ദമസ്കോസിൽ പ്രസംഗിച്ചത് കണ്ടു. എന്നിട്ട് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നമുക്ക് ഇവനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസിനെ സഭയുടെ അടുപ്പിച്ച, ഹി വാസ് എ ബ്രിഡ്ജ് ബിൽഡർ, ഒരു പാലം പണിയുന്ന സ്വഭാവമായിരുന്നു കാം ഫ്ലെഗ്മാറ്റിക് ബർന്നബാസ്. എൻകറേജ് ചെയ്യുന്ന അതേ സ്വഭാവമാണ് അല്ലേ. എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അപ്പോസ്തലനായ പൗലോസിനെ ഒറ്റയ്ക്ക് കൈപിടിച്ച് കയറ്റിയ മനുഷ്യനായിരുന്നു ബർന്നബാസ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതം അതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മർക്കോസ് നമുക്ക് പറ്റത്തില്ല. പിന്നീട് പറയുന്നതാണത്, മർക്കോസ് പറ്റത്തില്ല, അത്ര ഫോക്കസ്ഡ് അല്ല, മിഷൻസിന് പറ്റിയ ആളല്ല, ഇത്രയും ഒന്നും കഷ്ടപ്പാടൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴും പറ്റത്തില്ല, നമുക്ക് കളയണ്ട, മർക്കോസിനെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞ് കൈ പിടിക്കാൻ ഈ ബർന്നബാസ് തയ്യാറായത്. ഇനിയും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ചോദ്യം, ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റ്? നമുക്ക് അങ്ങനെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. പക്ഷെ രണ്ടു പേർക്കും അവരുടെ പ്രകൃതങ്ങൾ കാരണം they parted ways. അവർ രണ്ട് വഴിക്ക് തിരിഞ്ഞു. അവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല. ബർന്നബാസ് മർക്കോസിനെയും കൊണ്ട് മറ്റൊരു വഴിയിലും പോയി, പൗലോസ് ശീലാസിനെയും കൊണ്ട് മറ്റൊരു വഴിയിലേക്കും പോയി. പക്ഷേ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? പൗലോസ് പോയ ശീലാസും കൂടെ ഒരുമിച്ച് പോയ സെക്കൻഡ് മിഷണറി ജേർണിയും അനുഗ്രഹമായിരുന്നു. ദൈവം അതിനെ അനുഗ്രഹിച്ചു.
ബർന്നബാസിൻ്റെ കൂടെ മർക്കോസ് പോയതും ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. അതായിരുന്നോ ബെസ്റ്റ് ഡിസിഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവർ ഒരുമിച്ചായിരുന്നെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നേനെ കാര്യങ്ങൾ. പക്ഷേ അവർ സെപ്പറേറ്റഡ് ആയെങ്കിലും നമുക്ക് വായിക്കാം, ഗോഡ് യൂസസ്, ഒന്ന് എൻ്റെ കൂടെ വായിച്ചേ, ഗോഡ് യൂസസ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസസ്. ഒരു പൗലോസ് അപ്പോസ്തലൻ ഉള്ളതുകൊണ്ട് മിഷണറി യാത്രകൾ അത്രയധികം നടത്തി അല്ലേ. തടവിൽ കിടക്കുമ്പോഴും മനസ്സ് മടുക്കാതെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. പൗലോസിനെ സഭയ്ക്ക് ആവശ്യമാണ്, ബർന്നബാസിനെ ആ സഭയ്ക്ക് ആവശ്യമാണ്, മർക്കോസിനെയും ആവശ്യമാണ്. ഗോഡ് യൂസസ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസസ്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം. സാങ്ക്വിനുകൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കർത്താവിലൊക്കെ വന്നു കഴിയുമ്പം മനസ്സിലാക്കുക, നമ്മളൊരു ട്രെയ്റ്റിൽ എൻ്റെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തിരുത്തേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ, അച്ചടക്കം ശീലിക്കണം. ഓക്കെ, സാങ്ക്വിനുകൾ. കോളറിക്കുകൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? താഴ്മയ്ക്ക് വേണ്ടി. കാരണം എല്ലാവരെയും ഭരിക്കാൻ ടെൻഡൻസി ഉള്ളത് കൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളെ ചിലപ്പം അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. താഴ്മയോടെ മറ്റേ ആൾക്കും ഗുണമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു താഴ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മെലങ്കോളിക്സ് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? പെട്ടെന്ന് അങ്ങനെ സങ്കടത്തിൽ എല്ലാവരും പറയുമ്പോൾ വിഷമിച്ച് പോണവരാണെങ്കിൽ കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് പഠിക്കണം. പെർഫെക്ഷൻ തരുന്നത് കർത്താവാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഫ്ലെഗ്മാറ്റിക്സ് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? കറേജിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടിയിട്ട്. എല്ലാത്തിൽ നിന്നും മാറി മാറി സമാധാനം അങ്ങനത്തെ ഒരു ഇതല്ല, കുറച്ചും കൂടെ കാര്യങ്ങളെ ഡിസിപ്ലിൻഡ് ആയിട്ട് ധൈര്യത്തോടെ ചെയ്യാൻ, ഒരു കാര്യം തുടങ്ങി ചെയ്യാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു. ഓക്കെ, എല്ലാ പേഴ്സണാലിറ്റീസിനെയും ദൈവം ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൽ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ബർന്നബാസ് മർക്കോസിനെയും കൊണ്ട് പോയല്ലേ, അതൊരു നല്ല തീരുമാനമായിരുന്നോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയ ആളല്ലേ മർക്കോസ്. പക്ഷെ എന്താ പിന്നീട് സംഭവിച്ചതെന്നറിയാമോ? ബർന്നബാസ് അപ്പോസ്തലനായ പൗലോസിനെ എങ്ങനെ പൊക്കിക്കൊണ്ടുവന്നോ അതുപോലെ തന്നെ മർക്കോസിനെയും പൊക്കിക്കൊണ്ടുവന്നു. നമ്മൾ മനസ്സിലാക്കുക, മർക്കോസ് പിന്നീട് ബർന്നബാസിൻ്റെ കൂടെ മിനിസ്ട്രി ചെയ്തു. അപ്പോസ്തലനായ പത്രോസിൻ്റെ വലങ്കൈയായിരുന്നു അദ്ദേഹം. ഓക്കെ, പൗലോസിന് ആ യാത്രയിൽ അംഗീകരിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മർക്കോസ് തീർന്നു പോവുകയല്ല. മർക്കോസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ക്രിസ്തീയ സഭയ്ക്ക് എന്താണെന്നറിയാമോ? നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് സുവിശേഷങ്ങളുണ്ടല്ലേ, യേശുവിൻ്റെ ജീവചരിത്രം. അതിൽ ആദ്യത്തെ ജീവചരിത്രം എഴുതുന്നത് മർക്കോസാണ്. നമ്മളൊന്ന് ആലോചിക്കുക, ഒരു മനുഷ്യനും ചിന്തിക്കാഞ്ഞ കാര്യം അദ്ദേഹമാണ് ആദ്യം ചെയ്തത്, യേശുവിൻ്റെ ജീവചരിത്രം രചിക്കുക. ഓക്കെ, എന്തിനാ അത് ചെയ്തതെന്ന് പറഞ്ഞുതരാം. മർക്കോസ് പത്രോസിൻ്റെ സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, പത്രോസിൻ്റെ കൂടെ നടന്ന, അപ്പോൾ പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനല്ലേ, അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഐ വിറ്റ്നസ് അക്കൗണ്ട്സ്, യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളെല്ലാം കേൾക്കുക. അതെല്ലാം ഇദ്ദേഹം മെമ്മറിയിൽ സൂക്ഷിക്കുക. സംഭവിച്ച എന്താന്ന് വെച്ചാൽ, നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് അപ്പോസ്തലന്മാര് ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടാൻ തുടങ്ങി. പത്രോസും കൊല്ലപ്പെട്ടു വാളുകൊണ്ട്. അപ്പം മർക്കോസിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, പീഡിപ്പിക്കപ്പെടുകയാണ് സഭ, യേശുവിനെ ഡയറക്റ്റ് ആയിട്ട് കണ്ട അപ്പോസ്തലന്മാർ ഇല്ലാതായി വരികയാണ്, ഇനി അടുത്തൊരു തലമുറ യേശുവിനെ കുറിച്ച് എങ്ങനെ അറിയും? അങ്ങനെ അദ്ദേഹത്തിന്റെ പേന ചലിച്ചതാണ് മർക്കോസ് എഴുതിയ സുവിശേഷം. ആ സുവിശേഷമാണ് ഫസ്റ്റ് രചിക്കപ്പെട്ടത്. മത്തായി ആണെങ്കിലും ലൂക്കോസ് ആണെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷം സോഴ്സായിട്ട് വെച്ചിട്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ സുവിശേഷ രചനകൾ അടുത്ത നടത്തിയത്. അതുകൊണ്ടാണ് അതിനെ മൂന്നിനെയും സിനോപ്റ്റിക് ഗോസ്പൽസ്, ഒരേ വീക്ഷണകോണത്തിലുള്ള സുവിശേഷങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഫസ്റ്റ് രചിക്കാനിടയാക്കി. നമ്മൾ ചിലപ്പോൾ യൂസ്ലെസ് ആണെന്ന് വിചാരിക്കുന്നവർ കുറച്ചു കാലം കഴിയുമ്പോൾ ഏറ്റവും പ്രയോജനമുള്ളവരാകില്ല എന്ന് ആര് കണ്ടു? ദൈവത്തിന് എല്ലാവരെയും ഉപയോഗിക്കാൻ പറ്റും. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് കണ്ണിനെ മൂക്കിനെ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത, കാല് മാത്രമായ ഞാനാണ് വലുതെന്ന് ഞാൻ ചിന്തിച്ചു വെക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരെയും ദൈവം ഉപയോഗിക്കും. ഇനി മർക്കോസ് എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം ഈജിപ്തിലേക്ക് സുവിശേഷീകരണത്തിന് പോയത്. ഈജിപ്തിൽ പോയി ആദ്യമായി സുവിശേഷം അറിയിച്ച് അവിടെ സഭയുണ്ടായി.
ഇന്നും ഈജിപ്തിലുള്ള കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് അവരുടെ പേട്രനായിട്ട്, അവരുടെ ഫസ്റ്റ് ചർച്ച് സ്ഥാപിച്ച ആളായിട്ട് മർക്കോസിനാണ്. ഇവിടെ കേരളത്തിൽ സെൻറ്റ് തോമസ് അപ്പോസ്റ്റലിനെ വെച്ചേക്കുന്നത് പോലെ സെൻറ്റ് മാർക്കാണ് അവർക്ക് അവിടെ ആദ്യമായിട്ട് സുവിശേഷം ചെന്ന്. അവിടെ വെച്ച് ഈജിപ്തിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അസ്ഥികൂടങ്ങൾ ഇന്ന് ഇറ്റലിയിലുള്ള വെനിസിലുണ്ട്, സെൻറ്റ് മാർക്സ് കത്തീഡ്രലിൽ. ഓക്കെ, അവിടെയുമുണ്ട്. ഓക്കെ, അപ്പം ക്രിസ്തീയ സഭയ്ക്ക് അത്രയും വലിയ കോൺട്രിബ്യൂഷൻ തന്ന ഒരു വ്യക്തിയായിരുന്നു ജോൺ മാർക്ക് എന്ന് നമ്മൾ ഓർക്കുക. അപ്പം നമ്മൾ ആരെയും ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡോണ്ട് മിസ്റ്റേക്ക് ഡിഫറെൻറ്റ് ടെമ്പറമെൻറ്റ്സ് ഫോർ ഡിസ്ലോയൽറ്റി ഓർ വീക്ക്നെസ്. ഓക്കെ, മെലങ്കോളിക്ക് ചിന്തിക്കുകയാണ് ഈ അറുത്തുമുറിച്ച് പറയുന്ന ഈ കോളറിക്സ് ശരിയല്ല എന്ന് ചിന്തിച്ചാൽ അത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാവുക. അത് ചിലപ്പം ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണ്ടാലോ. അതുപോലെ കോളറിക്സ് ചിന്തിക്കുകയാണ് പതിയെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഈ ഫ്ലെഗ്മാറ്റിക് ഭയങ്കര സ്ലോ, ഒരു കാര്യം ഇവരെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റില്ലെന്ന് ചിന്തിച്ചാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ലോയലായിട്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്നത് ആരോ ഉള്ളത്? ഫ്ലെഗ്മാറ്റിക്സിനെ. ഓക്കെ, സാങ്ക്വിൻ ഇല്ലാതെ എന്ത് സന്തോഷമുള്ളത് ഒരു സമൂഹത്തിൽ. അവരുടെ ടെമ്പറമെൻറ്റിനും ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരാളുടെ കുറവുകളെ, ആ പ്രകൃതത്തിലെ കുറവിനെ നമ്മൾ വീക്ക്നെസ് ആയിട്ട് കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും അവസാനത്തെ പോയിന്റ്, reconciliation is possible. Okay, reconciliation is possible. Wow. Okay, പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഈ മർക്കോസിനെ എനിക്ക് വേണ്ട, എൻ്റെ കൂടെ യാത്രയ്ക്ക് വേണ്ട. ബർന്നബാസ് ആ പേരിലാണ് പൗലോസുമായിട്ട് പിരിഞ്ഞു മർക്കോസിനെ കൊണ്ടുപോയത്. ഞാനിനിയും നിങ്ങളെ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള മമാട്യൻ കുണ്ടറയിൽ ജയിലിൽ അതായത് തന്നെ കൊല്ലപ്പെടാനുള്ള ദിവസം കാത്തു കിടക്കുന്ന സമയമുണ്ട്. നമുക്കറിയാം റോമിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹം കൊല്ലപ്പെടാനുള്ള സമയം അടുത്തു. ആ ജയിലിൽ കിടക്കുമ്പോൾ അവസാനമായിട്ട് പൗലോസ് ഒത്തിരി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ അവസാനത്തെ എഴുത്താണ് 2 തിമോത്തിയോസ് എന്ന് പറയുന്നത്. തിമോത്തിയോസിന് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായം 11-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഓക്കെ, താൻ മരിക്കാറായി. ഓക്കെ, അപ്പം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഇതാണ് 2 തിമോത്തിയോസ് 4:11. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. മർക്കോസ് ഒന്ന് വായിച്ചേ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകളാണിത്. ഓക്കെ, ആ എഴുത്തിലെ അവസാന വാചകങ്ങളിലേക്ക് വരുമ്പോൾ എഴുതുന്നതാണ്. അതായത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ വേർപിരിഞ്ഞു എന്ന് കാണുമ്പോൾ ചിന്തിക്കരുത് പിന്നീട് ഒരിക്കലും അവർ തമ്മിൽ മിണ്ടിയില്ലെന്നൊന്നും ചിന്തിക്കണ്ട. ഏതോ ഒരു സമയത്ത് അവർ റിക്കൺസൈൽഡായി അല്ലേ. അവരും ദൈവത്തിൻ്റെ മക്കളാ. ഫൊഗീവ്നെസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരാ, ക്ഷമയും താഴ്മയും കുറിച്ചൊക്കെ പറയുന്നവരാ. ടെമ്പറമെൻറ്റ് ട്രേറ്റ്സ് കാരണം അവർക്കൊരു ചിലപ്പോൾ യോജിക്കാൻ പറ്റിയില്ല. പക്ഷെ പറയുകയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഈ മരിക്കാറായ സമയത്ത് എനിക്ക് ഏറ്റവും പ്രയോജനമുള്ള വ്യക്തിയായിട്ട് ഞാൻ കാണുന്നത് മർക്കോസിനെയാണ്. മർക്കോസ് പ്രൂവ് ചെയ്തു ടൈം കൊണ്ട് അല്ലേ. ഒരുപക്ഷെ ബർന്നബാസിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരിക്കലും നമ്മൾ ഇവരെ എനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിച്ചവരായിരിക്കാം ചിലപ്പോൾ നമുക്ക് അവസാനം ഏറ്റവും തുണയായി വരുന്നത്. ആരെയും നമ്മൾ അവഗണിക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും ഡിഫറൻസുകളുണ്ട്, ടെമ്പറമെൻറ്റ് ഡിഫറൻസസ്. പക്ഷേ ആ ഡിഫറൻസിൻ്റെ അർത്ഥം നമ്മൾ തമ്മിൽ യോജിച്ച് പോവുകയില്ലെന്നല്ല. ഒരു തോട്ടത്തിൽ പലതരം ചെടികളും പലതരം പൂക്കളും വരുമ്പം ആ തോട്ടം കൂടുതൽ ഭംഗിയുള്ളതാവുന്ന പോലെ നമ്മുടെ വീട്ടിലും ഈ പല പ്രകൃതമുള്ളവരാകുമ്പോഴാണ് വീട് ഭംഗിയുള്ളതാകുന്നത്, നമ്മുടെ സമൂഹം ഭംഗിയുള്ളതാകുന്നത്. അങ്ങനെയാണ് സഭ ഭംഗിയുള്ളതാകുന്നത്. അങ്ങനെയാ. ദൈവം ഈ വാക്കുകളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ക്ഷമയോടെ കരുണയോടെ കാണുവാൻ. ഓക്കെ, കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.